നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം. മുൻ മന്ത്രി വി ശിവൻകുട്ടിയാണ് കടുത്ത വിമർശനം ഉയർത്തിയത്. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവൃത്തികൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. തന്റെ പ്രചാരണത്തിനായി ആര്യ വന്നപ്പോൾ തന്നെ കടുത്ത ജനരോഷമാണ് ഉയർന്നത്. പ്രചാരണത്തിന്റെ ഭാഗമായി മുൻ മേയറെ വാഹനത്തിൽ കയറ്റിയപ്പോൾ സ്ത്രീകളടക്കമുള്ളവർ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. ആര്യയുടെ വാർഡിൽ 1400 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 5 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ലഭിച്ചത്. വോട്ട് ചോർച്ചയ്ക്ക് കാരണം ജനങ്ങൾക്കിടയിലെ കടുത്ത അതൃപ്തിയാണെന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിലെ പരാജയം ഏതെങ്കിലും വ്യക്തിയുടെ മാത്രം വീഴ്ചയെന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് CPM നേതാവ് M സ്വരാജ്. വിജയവും പരാജയവും കൂട്ടായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടതെന്നും സ്വരാജ് പ്രതികരിച്ചു. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത്. പ്രതിപക്ഷ നേതാവായി ഒരാൾ മാത്രമേ പാർട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂവെന്നും സ്വരാജ് പറഞ്ഞു. പരാജയം നേരിടുമ്പോഴെല്ലാം ആരുടെയെങ്കിലും ഒരാളുടെ മേൽ പഴിചാരുന്നതാണ് UDF സ്വഭാവം. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. പരാജയത്തെ കൂട്ടായി ധീരമായി നേരിടും. പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ക്രിയാത്മക പ്രതിപക്ഷമായി തുടരുമെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDF-ൽ ചെറിയ തർക്കങ്ങളുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ. ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിലാണ് പ്രധാനമായും തർക്കമുള്ളത്. അതുകൊണ്ടാണ് വിജ്ഞാപനം ഇറങ്ങാൻ വൈകുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്ന് വൈകുന്നേരത്തേക്ക് വിജ്ഞാപനം വരും. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭ്യമാക്കും. ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 4-അംഗ സമിതിയെ രൂപീകരിച്ചു. മുൻ ചീഫ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. CDS ഡയറക്ടർ D വീരമണി, മുൻ CDS ഡയറക്ടർ D നാരായണ എന്നിവർ സമിതി അംഗങ്ങളാകും. സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രം ഇറക്കുമെന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ UDF പ്രഖ്യാപിച്ചിരുന്നു. ധനസ്ഥിതി അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി ഇന്ന് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയിരുന്നു. 4-അംഗ സമിതി എത്രയും വേഗം ദൗത്യം പൂർത്തീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം കിഫ്ബി മേധാവിയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതല വഹിക്കുന്ന മിനി ആന്റണിയും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ച VD സതീശൻ സർക്കാരിനെ അഭിനന്ദിച്ച് AK ആന്റണി. ബാലഗോപാൽ പറയുന്നു ഖജനാവ് പാപ്പരല്ലെന്ന്. എന്നാൽ പൂർണ്ണമായി തകർന്നടിഞ്ഞ സാമ്പത്തിക നിലയാണ് സംസ്ഥാനത്തുള്ളതെന്നും ആന്റണി പറഞ്ഞു. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം നീളുന്നതിനെക്കുറിച്ച് ആശങ്ക വേണ്ട. ഒരു വലിയ പ്രതിഭകളുടെ നിരയാണ് ഇത്തവണ സഭയിലെത്തിയിരിക്കുന്നത്. UDF-ൽ ഇത്രയധികം വനിതാ MLA-മാരും യുവ MLA-മാരും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള MLA-മാരും ഒരുമിച്ചുണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ കോങ്ങാട് മണ്ഡലത്തിൽ തുളസി നേടിയത് അതിശയിപ്പിക്കുന്ന വിജയമാണ്. വലിയ പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന നേതാവാണ് തുളസി. മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് അട്ടപ്പാടിയിൽ ഒഴുക്കിയത്. എന്നാൽ അവിടെ ഇനിയും വികസനം എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അട്ടപ്പാടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കണ്ണ് വേണമെന്ന് താൻ തുളസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആന്റണി പറഞ്ഞു. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് സമര ഗേറ്റ് തുറന്നു. ഇന്നലെ സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളാണ് ഗേറ്റ് തുറന്നത്. ഗേറ്റിന് മുന്നിലുണ്ടായിരുന്ന ബാരിക്കേഡുകളെല്ലാം നീക്കി. നോർത്ത് ഗേറ്റ് വഴി പൊതുജനങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയതോടെയാണ് സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി മുൻ സർക്കാർ ഗേറ്റ് അടച്ചത്. ഈ ഗേറ്റിലൂടെ കയറുന്ന വഴിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ പ്രവർത്തിച്ചിരുന്നത്. നിലവിൽ ഉദ്യോഗസ്ഥർക്കും മന്ത്രി വാഹനങ്ങൾക്കുമാണ് പ്രവേശനം അനുവദിച്ചത്. പൊതുജനങ്ങൾ കന്റോൺമെന്റ് ഗേറ്റിലൂടെ തന്നെ പ്രവേശിക്കണം. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിനെയാണ് സമര ഗേറ്റ് എന്ന് വിളിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള സമരങ്ങളും മാർച്ചുകളും പ്രധാനമായും അവസാനിക്കുന്നത് ഈ ഗേറ്റിന്റെ മുന്നിലാണ്. അതിനാലാണ് ഈ പേര് വന്നത്. അതേസമയം പോലീസ് ഇവിടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി PA മുഹമ്മദ് റിയാസ്. ഇത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണെന്നും LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയായിരുന്നുവെങ്കിൽ വന്ദേമാതരം 6 വരികളും ആലപിക്കില്ലായിരുന്നുവെന്നും റിയാസ് പ്രതികരിച്ചു. വന്ദേമാതരത്തിന്റെ ആദ്യ വരികൾ മാത്രം പാടിയാൽ കുഴപ്പമില്ല. പിന്നീടുള്ള 4 ഈരടികളിൽ ബഹുസ്വര സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണുള്ളത്. ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഭാഗത്തെ കോൺഗ്രസ് ഒഴിവാക്കണമായിരുന്നു. വന്ദേമാതരം പൂർണ്ണമായി പാടിയത് മതേതരത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. വന്ദേമാതരം പൂർണ്ണമായി പാടിപ്പോകണമെന്നുള്ളത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. ചടങ്ങിൽ ഇത് പൂർണ്ണ രൂപത്തിൽ ആലപിച്ചത് ബോധപൂർവമാണ്. സംഘപരിവാർ മതവർഗീയത കൊണ്ടുവരാനുള്ള അജണ്ട എന്നിവ ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആലപ്പുഴ ക്രൈം
ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചു. മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റ ദിവസം തന്നെ സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 2023 ഡിസംബറിലാണ് സംഭവമുണ്ടായത്. പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപസും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടപടിയെ പിണറായി രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. രാജ്യത്തെ പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. നവംബർ 7 തങ്ങളുടെ മുൻ വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട മൃഗസ്നേഹികളുടെ അടക്കം പുനഃപരിശോധനാ ഹർജികൾ കോടതി പൂർണ്ണമായും തള്ളി. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഇടപെടാൻ യാതൊരു കാരണവുമില്ലെന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NJ അൻചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തെരുവുനായകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. വിധി പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിനായി സുപ്രീം കോടതി രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും കർശനമായ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും കേന്ദ്ര സർക്കാരും ഈ ഉത്തരവ് നടപ്പിലാക്കിയതിന്റെ കൃത്യമായ പുരോഗതി റിപ്പോർട്ട് ഓഗസ്റ്റ് 7 ഹൈക്കോടതികൾക്ക് മുൻപാകെ സമർപ്പിക്കണം. തുടർന്ന് ഹൈക്കോടതികൾ നൽകുന്ന ഏകീകൃത റിപ്പോർട്ട് നവംബർ 17 സുപ്രീം കോടതി പരിശോധിക്കും. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.